4 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഫിഫ ലോകകപ്പ് മത്സരത്തിന് ജൂൺ 11-ന് തുടക്കമാകും. ഫിഫയുടെ 23ാമത് പതിപ്പാണ് 2026-ൽ നടക്കുന്നത്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ലോകകപ്പാണിത്. 2026-ലെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പാണ്. ചരിത്രത്തിൽ ആദ്യമായി 3 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് കൂടിയാണിത്. ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത്. 2022-ലെ ലോകകപ്പ് വരെ 32 ടീമുകളായിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ 2026-ലെ ടൂർണമെന്റിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നായി യോഗ്യത നേടിയ 48 ടീമുകൾ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയും ഈ ലോകകപ്പിനുണ്ട്. റെക്കോർഡ് ഭേദിച്ച ആകെ 104 മത്സരങ്ങളാണ് ഈ ലോകകപ്പിൽ ഉണ്ടാകുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 11 നഗരങ്ങളിലും മെക്സിക്കോയിലെ 3 നഗരങ്ങളിലും കാനഡയിലെ 2 നഗരങ്ങളിലുമായി ആകെ 16 ആതിഥേയ നഗരങ്ങളിലായാണ് 104 മത്സരങ്ങൾ നടക്കുക. മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് 3 വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾ ഒരു ഏകീകൃത യുണൈറ്റഡ് ബിഡ് അവതരിപ്പിച്ച ആതിഥേയത്വം നേടിയെടുത്തത്. ജൂൺ 11-ന് മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം മെക്സിക്കോ സിറ്റിയിലെ എസ്റ്റാഡിയോ അസ്ടെക്ക സ്റ്റേഡിയത്തിൽ നടക്കും. ഇതോടെ പുരുഷ ലോകകപ്പിന് 3 തവണ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ മാറുന്നു. ഇതിനു മുൻപ് 1970-ലും 1986-ലും ആതിഥേയത്വം വഹിച്ചിരുന്നു. മെക്സിക്കോ സിറ്റിയുടെ ഇതിഹാസമായ എസ്റ്റാഡിയോ അസ്ടെക്ക 3 ലോകകപ്പ് ടൂർണമെന്റുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആദ്യ സ്റ്റേഡിയമായി മാറും. കാനഡ ഇതാദ്യമായാണ് പുരുഷ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിലെ വമ്പന്മാരായ ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, ജർമ്മനി, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ബെൽജിയം, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ലോകകപ്പ് കിരീടത്തിനായി മാറ്റുരയ്ക്കും. മെസ്സി, റൊണാൾഡോ, നെയ്മർ, എംബാപ്പെ ഉൾപ്പെടെയുള്ള ലോക ഫുട്ബോളിലെ തിളങ്ങുന്ന താരങ്ങളെല്ലാം ഈ ലോകകപ്പിൽ അണിനിരക്കും. മെസ്സിയുടെയും റൊണാൾഡോയുടെയും അവസാന ലോകകപ്പ് ആയിരിക്കാം ഇതെന്നും അഭ്യൂഹങ്ങളുണ്ട്.